എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ കർക്കിടക മാസം ഇവിടെ ആവാനായി. അപ്പോൾ വെച്ചാൽ കർക്കിടകത്തിന് മുമ്പ് പിന്നെ പതിവുള്ളതാണ്. അതായത് നമുക്കൊരു കർക്കിടകത്തിന്റെ മുമ്പൊക്കെ ഉണ്ടല്ലോ നമുക്ക് കർക്കിടകത്തിൽ അല്ലെങ്കിൽ വൃശ്ചിക മാസത്തിന്റെ ഒക്കെ മുമ്പ് വീട് വൃത്തിയാക്കല്. അതായത് മുഴുവനായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും നല്ല ക്ലീൻ ആയിട്ട് വൃത്തിയാക്കുന്ന സാധാരണ നമ്മൾ ചെയ്യുന്നതിന്റെ പുറത്ത് അല്ലാതെ തന്നെ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു പതിവുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് അപ്പോൾ തുടങ്ങായി ഇങ്ങനെ കർക്കിടക മാസം ആവുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഓരോന്ന് തീർക്കട്ടെ. അപ്പോൾ ഇന്ന് ആ കാര്യങ്ങളാണ് നമ്മളെ ഇന്നത്തെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇന്നത്തെ. പിന്നെ ഒപ്പം നമ്മളെ ഉച്ചയ്ക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഉച്ചഭക്ഷണം, അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾ പാർസൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വെറൈറ്റി കോമ്പിനേഷൻ ഉച്ചഭക്ഷണം, അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കും. അപ്പോൾ സമയം 6:45. ഞാനൊന്ന് അങ്ങാടിയിൽ മഞ്ചേരി ടൗണിൽ നിന്ന് പോയി വരണം. പതിവ് പോലെ മഴ ഉണ്ട്. ഇപ്പോൾ നല്ല തണുപ്പുണ്ടെന്ന്, രാവിലെ നല്ല തണുപ്പാ. രാവിലെ അതിരാവിലെ തുറക്കുന്ന കടകളൊക്കെ ഉണ്ട്, നമ്മൾ പലചരക്ക് കടകളൊക്കെ, അങ്ങനെയുള്ള ചില കടകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ വാങ്ങാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ രാവിലെ വന്ന് വാങ്ങലാണ്. ഇതുപോലെ അത്യാവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ, രാവിലത്തെ പലഹാരത്തിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും സാധനങ്ങൾ. നമ്മൾ ആസ്പത്രിപ്പടി എത്തി, മഞ്ചേരി. ഞാനേതായാലും പോട്ടെ. റോഡിൽ നായ്ക്കളൊക്കെ കണ്ടില്ലേ. ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഉപ്മാവ് ഇതിലുണ്ട് വിളമ്പി അമ്മയ്ക്കെല്ലാം കൂടി കൊണ്ടുപോകാം. ചട്ടി കൊണ്ടുപോകാൻ കഴിയല്ലോ. കർക്കിടക മാസമായ പിന്നെ ഒരു മൊത്തത്തിലൊരു വൃത്തിയാക്കലുണ്ടല്ലോ, നമ്മൾ വീട്
അടിച്ചു വാരി അല്ല ഇത് ഫുള്ളായിട്ട് ക്ലീൻ ആക്കുന്ന ആ ഒരു പണ്ട് വലിക്കേണ്ട ഒരു സമ്പ്രദായമാണുള്ളത്. ഞങ്ങൾക്ക് ഒരു ചില കർക്കിടകത്തിന് സാധാരണ ചെയ്യുന്നുണ്ട്. അപ്പോൾ കർക്കിടകത്തിൻ്റെ ആ മുമ്പുള്ള പണികൾ ഇങ്ങനെ ഓരോന്ന് ആരംഭിക്കട്ടെ. അപ്പം ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഫ്രിഡ്ജ്, മിക്സി, മറ്റ് നമ്മളെ ഗ്യാസ് അടുപ്പ് അങ്ങനെയുള്ള ഉപകരണങ്ങളായിട്ടുള്ളതൊക്കെ ഇന്ന് റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമുക്കിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. ഇന്ന് ഹോട്ടലിൽ നിന്ന് പാർസൽ കൊണ്ടുവരണം ഉച്ചയ്ക്ക് പോയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഡ്രസ്സ് ഇതിപ്പോൾ നല്ലതാണ്. ഇതൊക്കെ ഊരിയിട്ട് മാറ്റിയിട്ട് ക്ലീൻ ആക്കുന്ന സമയത്ത് ഇടാനുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരട്ടെ. പിന്നെ ഉച്ചയ്ക്ക് കുളി കഴിഞ്ഞിട്ട് പിന്നെ ഈ ഡ്രസ്സിന് ഇട്ടാൽ മതിയോ. ഇത് പിന്നെ ഇപ്പോൾ കുളി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്നിട്ട് പാർസൽ കൊണ്ടുവരാൻ പോവുകയും ചെയ്യും. ഏതായാലും തുടങ്ങാം. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഡ്രസ്സ് ഇത് സാധാരണ ഇടുന്ന ഡ്രസ്സാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നടക്കാൻ പോകുമ്പോൾ ഇടുന്നൊക്കെ ബനിയൻ. അപ്പോൾ അത് പിന്നെ നമുക്ക് തൊപ്പിയുണ്ട്. ഇപ്പം ഇടയ്ക്ക് തുടയ്ക്കാൻ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഈ കോളിംഗ് പിന്നെ വെച്ചാൽ നല്ല ആ ഇത് കണ്ടോ. പിന്നെ ഇവിടെ നമുക്ക് സ്പ്രേ ചെയ്യാനുള്ളതും ഒക്കെ ഓരോന്നും ഇങ്ങനെ തിരിച്ചുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് എടുത്ത് അങ്ങനെ സ്പ്രേ ചെയ്താൽ നല്ല ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വണ്ടീൻ്റെ ഗ്ലാസ്സിനൊക്കെ ഇതന്നെ ഉപയോഗിക്കല്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഗ്ലാസ്, അതുപോലെ മൾട്ടി സർഫസ് ക്ലീനർ. നമുക്ക് തുടയ്ക്കാൻ ഈ തുടയ്ക്കുമ്പോൾ ചെറുതാണ് തുണികളാണ്. പഴയ തുണികളൊക്കെ വരുന്നത് പോയി. ഇതിപ്പോൾ ഒഴിവാക്കാനുള്ള തോർത്തുണ്ടാണിത്. തോർത്തുണ്ട് 2 ഉണ്ട്. ഇതിപ്പോൾ വണ്ടിയിലേക്ക് ഒന്ന് ഇതൊക്കെ മുറിക്കണം. മുറിച്ച് വണ്ടിയിലേക്കുള്ളതാണ്. ഇതവിടെ മാറ്റി വയ്ക്കാം. ഇതാണ് ഇപ്പോൾ നമ്മൾ അല്ലാതുള്ള ആവശ്യങ്ങൾക്ക്. ഇന്ന് പാകത്തിന് ഇങ്ങനെ മുറിച്ച് വെച്ചാൽ തുടയ്ക്കാനുള്ളതൊക്കെ ആയി. ഈ ഒരു പാകത്തിന് എങ്ങനെ മുറിക്കട്ടെ. ഇവിടെ നിന്ന് മുറിച്ചാൽ പഴകിയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ കിട്ടുന്നത്. അപ്പോൾ അതായി 2-3 വർഷം ഉണ്ടാക്കി. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ അടുക്കളയിലാണ്. നമുക്ക് ഫ്രിഡ്ജ് തുടയ്ക്കാണ്ട്. ഇതിലുള്ള പച്ചക്കറികൾ കുറച്ചുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് ഓഫ് ചെയ്താണ്. അപ്പോൾ അത് പിന്നെ ഇൻഡക്ഷൻ കുക്കർ, മിക്സി ഉണ്ട്, പിന്നെ നമ്മളെ ഗ്യാസ് അടുപ്പ്. ഇതൊരു കാര്യമായിട്ട് ഇപ്പോൾ ഇങ്ങനെ തുടച്ചൊക്കെ വൃത്തിയാക്കേണ്ടത്. ബാക്കിയുള്ളത് പിന്നെ നമുക്ക് കിച്ചണിൻ്റെ മറ്റു കാര്യങ്ങളും അടിച്ചു തുറക്കലൊക്കെ പിന്നെ അടുത്ത ദിവസങ്ങളിലാണ്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചെയ്യാനുള്ളത്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് ഒക്കെ എടുത്ത് വെക്കണം. അധികമൊന്നുമില്ല. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കഴുകിയിട്ടു. കഴുകിയുടെ വേറെ വെച്ചിട്ടുണ്ട്. ഇനി പുറം തുടയ്ക്കാണ്ട്. ആ ഗ്യാപ്പിൽ നമുക്ക് മിക്സി ഒക്കെ തുടച്ച് വൃത്തിയാക്കട്ടെ. നമ്മളെ V-Guardന്റെ NV ഇനിയിപ്പോൾ ഉണങ്ങിയ നമ്മളെ തുണി കൊണ്ട് ഒന്നുകൂടി തുടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സി ഇപ്പോൾ ഒരുപാട് വർഷമായി. ഇതിൻ്റെ കളറും എല്ലാം വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിയാണ് ഞാൻ. പിന്നെ V-Guardന്റെ തന്നെ ഞങ്ങൾ V-Guardന്റെ എല്ലാ പ്രൊഡക്റ്റും മിക്കവാറും എല്ലാ പ്രൊഡക്റ്റും അതേ വാങ്ങുള്ളൂ. അതല്ലാത്തതാണ് പിന്നെ വേറെ ഉള്ള ബ്രാൻഡിലേക്ക് വാങ്ങുക. അതൊക്കെ V-Guardന്റെ ഉള്ളൊരു കുഴപ്പമില്ലാതെ കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് മിക്സി V-Guardന്റെയാണ്. അതുപോലെ ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് അടുപ്പ്, പിന്നെ UPS അങ്ങനെ എല്ലാം അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ എടുക്കുക ചെയ്യണം. ഞങ്ങൾ ദിവസം ഉണ്ടല്ലോ, ആളില്ലെങ്കിൽ പിന്നെ നമുക്ക് അതേ പറ്റുള്ളൂ. ഏതായാലും നേരെ 10 മണിയായി. ഞങ്ങൾ പതിവ് കഴിക്കണത് നമ്മൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് പണിയുണ്ട്. അപ്പോൾ അതേതായാലും മുടക്കണില്ല, അതിലൊന്നും മുടക്കില്ല. ഏതായാലും കോഴിമുട്ട
എള്ളുണ്ട അമ്മയ്ക്ക് ഒരു എള്ളുണ്ട ഞാൻ തിന്നട്ടെ. പിന്നെ ഇപ്പോൾ ആരോ റൂട്ട് ചായ കുടിക്കുന്ന പതിവ് ഇപ്പം ഇല്ല എനിക്ക്. ആ രാവിലത്തെ ആ ഓർലിക്സ് തന്നെ ഉള്ളൂ. അമ്മയ്ക്ക് പിന്നെ രാവിലത്തെ കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ അങ്ങനെ ചായ ഇല്ല. പിന്നെ വൈകുന്നേരം ഞാൻ എന്തെങ്കിലും പിന്നെ അതുകൊണ്ട് ഇത് മതി. ഇനിയിപ്പോൾ നമ്മളെ ഇൻഡക്ഷൻ കുക്കർ ഇതും വി ഗാർഡിൻ്റെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉഷാറാണ്. ഇത് പിന്നെ അധികമായിട്ടില്ല വാങ്ങിയിട്ട്. അപ്പോൾ അതും കഴിഞ്ഞു. ഇതൊക്കെ പിന്നെ ഇടയ്ക്ക് എപ്പോഴും തുടക്കണതാണ്. പക്ഷെ എന്നാലും ഇന്നിപ്പോൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്നിച്ച് ചെയ്യാം. നമ്മൾ ഇനി നമ്മളെ ഗ്യാസ് അടുപ്പ് നമ്മൾ ഇതും ഏകദേശം തുടച്ചു കഴിഞ്ഞു. നല്ല ക്ലീനായി. അത് വി ഗാർഡിൻ്റെ സ്പ്ലെൻഡിഡ് 2A അതാണ് ഈ മോഡല്. ഫ്രിഡ്ജിന് നമ്മൾ ഉള്ളിലുള്ളതൊക്കെ കഴുകി അവിടെ വെച്ചതാണ്. പിന്നെ ഇപ്പോൾ ഈ ഭാഗം അതും തുടച്ച് നമുക്ക് പുറം തുടയ്ക്കാണ്ട്. എല്ലാം ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഒക്കെ കഴിഞ്ഞു. ഉള്ളിലുള്ളതൊക്കെ കഴുകുക ചെയ്യാം ഞാൻ. അതാണ് എൻ്റെ പതിവ്. ഇവിടെ മാത്രമാണ് നല്ല ലോഷനൊക്കെ ഇട്ട് തുടച്ച് ഉള്ളിലുള്ള ഭാഗം ട്രേ ഒക്കെ ഫുള്ള് കഴുകി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ പുറമാണ്. നല്ല കളറാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതിൻ്റെ കളറ് പിന്നെ നല്ല ഡിസൈനും ഉണ്ട്. അതാണ് ഈ കളർ തന്നെ വാങ്ങിയത്. അത് അന്ന് ഈ ഡിസൈൻ ഇറങ്ങുന്ന സമയമാണ്. ഈ ഡിസൈൻ കണ്ടില്ല, നല്ല രസമുള്ള ഡിസൈനിങ് അല്ല, നല്ല പ്രീമിയം ലുക്കാണ്. നമുക്കിനി റാക്കുകൾ നമ്മുടെ സൗകര്യത്തിന് ഇങ്ങനെ വരയ്ക്കാം. പിന്നെ വേണ്ടതിനനുസരിച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കലാണ്. നമുക്ക് വേണ്ട അളവിന് അങ്ങനെ വരയ്ക്കാം. ഇവിടെ ഇനി നമുക്ക് ഇങ്ങനെയുള്ള റാക്കുകൾ ഒന്നുകൂടി വയ്ക്കാം. ഈ രണ്ടെണ്ണം അടിയിലേക്ക് എല്ലാം റെഡിയായി. അടച്ചേ. നമ്മൾ ഈ ഫ്രിഡ്ജ് 2015 വാങ്ങിയതാണ്. LG ഫ്രിഡ്ജ് ഇപ്പൊ വെച്ചാൽ നമുക്ക് 11 വർഷമായി. 2015 വാങ്ങിയപ്പോൾ 15, 10, 25, 26 അങ്ങനെ 11 വർഷമായിട്ട് നല്ല കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യും. യാതൊരു കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ കൂളിങ്ങും കാര്യങ്ങളും എല്ലാ വർക്കിങ്ങും വളരെ പെർഫെക്റ്റ്. പിന്നെ അത്രയും ഞാൻ സെർച്ച് ചെയ്ത് വാങ്ങിയാണ്. എന്നെ ഇഷ്ടപ്പെട്ട മോഡൽ തന്നെയാണ്, ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് LG. അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നേരെ 11:15. നമ്മളിപ്പോൾ രാവിലെ തുടങ്ങി 9 മണിയോടുകൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നില്ല. ഇന്നിപ്പോൾ ഇനി അതാ കുളിക്കുക. രാവിലെ ഒന്ന് കുളിച്ചതാണ്. എന്നാലും വീട്ടിൽ ഒന്നുകൂടി കുളിക്കണം. കുളി കഴിഞ്ഞ് നേരെ ഹോട്ടലിൽ പോയിട്ട് പാർസൽ വാങ്ങിക്കൊണ്ടിരണം. അത് കഴിഞ്ഞ് അത് കഴിക്കാം. അപ്പം ഇവിടെ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. അടുപ്പ് റെസ്റ്റാണ്. അപ്പോൾ നേരെ 12 മണിയായി. ഇനിയിപ്പോൾ ഞാനത് നേരെ പോവാണ്. ആനയ്ക്ക് പോകണം. നമ്മളെ പതിവ് പിന്നെ മുട്ടിപ്പാലത്ത് നിന്ന് നെയ്ച്ചോറ് വാങ്ങണം. അത് കഴിഞ്ഞ് അവിടെ പിന്നെ ഗോപി മഞ്ചൂരിയൻ ഇല്ല. അപ്പോൾ തൊട്ടപ്പുറത്തുണ്ട്. ആനയ്ക്കാൻ പോയിട്ട് അവിടുന്ന് ഗോപി മഞ്ചൂരിയനും ഒക്കെ വാങ്ങി പാർസൽ വാങ്ങിയിട്ട് വരട്ടെ, എന്നിട്ട് കഴിക്കണം. അപ്പം അമ്മ അതുവരെ ഇവിടെ ഇരിക്കട്ടെ. ഇന്ന് ചെറിയൊരു സമയ വ്യത്യാസം അല്ലേ?
12 മണിക്ക് കഴിക്കുന്നത് ചെറിയൊരു മാറ്റം. ഇപ്പോൾ 12 മണി ആയി. ഇവിടെ ആ കാണുന്ന അവിടെ ഒരു തട്ടുകടാന്ന് എഴുതിയ അവിടുന്ന് ഇപ്പോൾ ഇവിടുന്നാണ് നമുക്ക് വാങ്ങിക്കാനുള്ളത്. അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ട് വരട്ടെ, ഞാൻ പാർസലാക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടുന്ന് പോയിട്ട് കുറച്ച് തൊട്ടപ്പുറത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മതി, നമ്മൾ ആനയ്ക്ക് എത്തുന്നതിന് മുമ്പ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുന്ന് ഗോബി മഞ്ചൂരിയൻ വാങ്ങിക്കട്ടെ. ഇവിടുന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ വാങ്ങി ഇനിയിപ്പോൾ നേരെ പോയി. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇതാണത്. ശേഷം വെള്ളം തരയില്ല. ഇന്ന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ നമ്മൾ നെയ്ച്ചോറും ഗോബി മഞ്ചൂരിയൻ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഗോബി മഞ്ചൂരിയൻ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇരിക്കുകയാണ്. പണ്ടിപ്പോൾ അങ്ങനെയല്ലേ ഈ ഒരു കർക്കിടക മാസത്തിൽ വൃത്തിയാക്കൽ അല്ലേ, അതൊരു വലിയൊരു പ്രധാനം തന്നെയാണ്. അടിച്ചടി 1 മാസം പേ തുടങ്ങും. പിന്നെ 1-ാം തീയതി ചീബോധിക്കുക ഒക്കെ ഉണ്ട്. പണ്ടത്തെ വീട് മരത്തിൻ്റെ അല്ല, അപ്പോൾ അത് പണ്ടൊക്കെ ചേച്ചി എടുക്കൽ പാറത്തിൻ്റെ അല്ല, പാറത്തിൻ്റെ ഇല ഇട്ടിട്ട് എടുക്കുക. അപ്പോൾ വേണ്ടല്ലോ, അപ്പോൾ ചീരട്ട് തുടച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.